കേരള സംസ്ഥാനത്തിൻ്റെ BJP ഘടകത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ്റെ ഒരു പ്രസ്താവന കണ്ടു. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ക്രിസ്ത്യൻ ആൾക്കാരുടെ, ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ തെറ്റിദ്ധാരണ മാറ്റാനായിട്ടുള്ള ശ്രമം തുടരുമെന്ന്. ഒരേ ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വിവാഹത്തിൻ്റെ തെറ്റിദ്ധാരണ? ഇതൊരു തെറ്റിദ്ധാരണയാണോ? ഇന്ന് ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയറായി. ഈ സമയങ്ങളിൽ പോലും പല സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ സമൂഹം നേരിടുന്ന പീഡനവും മറ്റും നമ്മളൊക്കെയും സോഷ്യൽ മീഡിയയിലും വാർത്തകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തെറ്റിദ്ധാരണ എന്നാണ് നിങ്ങൾ പറയുന്നത്? അത് നടത്തിയതാരാണ്? ഏത് ആൾക്കാരാണ് നടത്തിയത്? സംഘപരിവാറും BJPയും RSSും നിങ്ങളുടെ ഘടകകക്ഷികളും നിങ്ങളുടെ പാർട്ടിയും എല്ലാം ചേർന്ന് നടത്തുന്ന ഈ ക്രിസ്ത്യൻ ഭിന്നത നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, അല്ലാതെ AI കൊണ്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്ത വീഡിയോകളൊന്നുമല്ല. എന്നിട്ട് പറയുകയാണ് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വിഭാഗത്തിൻ്റെ തെറ്റിദ്ധാരണ മാറ്റാനായിട്ടുള്ള ശ്രമം. ഇത് തെറ്റിദ്ധാരണയല്ല, ഇത് സത്യസന്ധമായ കാര്യമാണ്. സത്യസന്ധമായ കാര്യമാണ് ക്രിസ്ത്യാനികൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അതിനെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞ് അത് മാറ്റാനായിട്ടുള്ള ശ്രമമൊന്നും നിങ്ങൾ നടത്തണ്ട. ആദ്യം നിങ്ങളുടെ പാർട്ടിക്കുള്ളിലുള്ള, നിങ്ങളുടെ RSSൻ്റെ അകത്തുള്ള, BJPക്ക് അകത്തുള്ള ക്രിസ്ത്യാനികളോടും മറ്റ് ന്യൂനപക്ഷങ്ങളോടുമുള്ള മനോഭാവവും ആ ഒരു പ്രതികരണങ്ങളും ഒന്ന് മാറ്റിയെടുക്കുവാനായിട്ട് ആദ്യം ശ്രമിക്കൂ. എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാനായിട്ട് ആദ്യം നിങ്ങൾ പഠിക്കൂ. എന്നിട്ട് മതി സത്യസന്ധമായ കാര്യത്തിനെ തെറ്റിദ്ധാരണ എന്ന് പറയുന്ന കള്ളം ഇനി മേലാൽ ഉപയോഗിക്കരുത്.